ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സൂപ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോയാലോ. ഓണമൊക്കെ അടിപൊളിയായിരുന്നു എന്ന് കരുതണോ. ഹാപ്പി ഓണം ഒരിക്കൽ കൂടെ വിഷ് ചെയ്തുകൊണ്ട് നാളത്തെ വിശേഷത്തിലോട്ട് പോകാട്ടോ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടില് സുധീഷിനിട്ട് 8ന്റെ പണിയാണ് നമ്മുടെ നിധി കൊടുക്കുന്നത്. അങ്ങനെ സുധീഷ് വലിയ ആളായിട്ട് അവിടെ എല്ലാവരുടെ മുമ്പില് ഞാൻ എന്തർത്ഥത്തിലാണ് ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഞാൻ ഒതുങ്ങി കൂടേണ്ടത്, എനിക്കും എന്റേതായിട്ടുള്ള ഒരു ഭാവിയില്ലേ. ഒരു മാസോ 2 മാസോ കഴിയുമ്പോൾ നിധിക്ക് ഡൈവേഴ്സ് കിട്ടും, നിധി അതും കൊണ്ട് പോകും, അതിഥി ഫ്രീ ആയി, ഞാനപ്പോ മറ്റൊരു പെൺകുട്ടിയെ നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ സുഭാഷ് ചേട്ടാ അതെങ്ങനെയാണ് ശരിയാവണെന്നും പറഞ്ഞ് സുധീഷ് കാഞ്ഞ ഡയലോഗൊക്കെ അടിക്കാൻ കേട്ടോ. അപ്പൊ നിധി ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സുഭാഷ് പറഞ്ഞു, നീ എന്തൊക്കെയാടാ ഈ പറയണത്? അല്ല സുഭാഷ് ചേട്ടാ, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഞാനും നിധിയും ഒരു ഭാര്യ ഭർത്താവായിട്ടാണോ ജീവിക്കുന്നത്? ഒരിക്കലും നിധി എന്നെ ഒരു ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെ നിധി പറയണത് ഇതൊരു ഫേക്ക് കല്യാണമായിട്ടാണ് നിധി കാണുന്നത്, അതുകൊണ്ടല്ലേ നിധി ഡൈവേഴ്സിന് അപ്ലൈ ചെയ്തതും എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് മേടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നത്. ആ കണക്കിന് ഞാൻ ഇപ്പൊ ഗായത്രിയെ നോക്കിയില്ലേ, ഇപ്പൊ എന്താ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് സുധീഷിന്റെ ഭാഗം അങ്ങോട്ട് ന്യായീകരിക്കാനായിട്ടോ. ഈ സമയത്ത് നമ്മുടെ നിധി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, അതെ, സുധീഷ് പറഞ്ഞത് 100% ശരിയായ ഒരു കാര്യം തന്നെയാണ്. കാര്യം മറ്റൊന്നുമല്ല, കാരണം നമ്മുടെ സുധീഷിന് ഒരു ജീവിതം വേണം. എന്നെ സഹായിക്കാനായിട്ട് വന്ന സുധീഷിന്റെ ജീവിതം ഒരിക്കലും ഒരു ഇതായി മാറിപ്പോകരുത്. സുധീഷിന് എന്നായാലും ഒരു നല്ലൊരു പെൺകുട്ടി സുധീഷിന്റെ ജീവിതത്തിൽ കടന്നു വരണം. സുഭാഷ് ഏട്ടൻ പറഞ്ഞ തെറ്റാ, സുധീഷ് പറഞ്ഞതാണ് ശരിയായ കാര്യം. മോളെ നീ എന്തൊക്കെയായി പറയണേ? അതേ സുഭാഷ് ഏട്ടാ, സുധീഷിന് എന്നായാലും നല്ലൊരു ജീവിതം വേണ്ടേ? സുധീഷ് അന്തം വിടേണ്, എന്തൊക്കെയാ ഈ നിധി പറയണത്? അല്ല നിധി, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അതെ, എനിക്ക് മനസ്സിലായി സുധീഷ് എത്രത്തോളാണ് നമ്മുടെ ഗായത്രീനെ സ്നേഹിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാലും ഗായത്രിയോട് സംസാരിക്കുന്ന രീതിയും ആ ഒരു ഭാവമൊക്കെ കണ്ട എനിക്കറിയാവുന്നതല്ലേ. പിന്നെ 24 മണിക്കൂറും എപ്പോ നോക്കിയാലും ഗായത്രിയെ വിളിക്കും. ഒരാൾക്ക് ഒരാളോട് സ്നേഹവും ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റത്തുള്ളൂ, അല്ലേ നികേഷ്? അത് ശരിയാ നിധി ഏട്ടത്തിന്ന് നികേഷിന്റെ ഡയലോഗ്. സത്യം പറഞ്ഞ ഭാസ്കർ ഉൾപ്പെടെ നിധി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഒരു ടെൻഷൻ ആവുന്നുണ്ട്. കാരണം നിധി എന്നേക്കുമായിട്ട് സുധീഷിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമുള്ള ഒരു സംസാരമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടൊരു അവസ്ഥയാണ് സുധീഷിന് പറ്റിയത്. അങ്ങനെ സുധീഷ് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പറയണം. അപ്പൊ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്തോ പോലെ. അങ്ങനെ സുധീഷ് പറയണത്, ഞാൻ ആ രീതിയിലല്ലേ, എനിക്ക് ഗായത്രിയോട് അങ്ങനെ ഒരു സ്നേഹം തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെയൊന്നും പറയണ്ട. നിധി പറഞ്ഞു, ഗായു 24 മണിക്കൂറും എന്റെ ഗായു അങ്ങനെയല്ലേ സുധീഷ് പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, ഞാൻ അവിടെ പോയി സംസാരിച്ചിട്ട് നമ്മുടെ ഈ വിവാഹം ശരിക്കും ആയിട്ടുള്ള ഒരു വിവാഹമല്ല, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി സുധീഷ് ഇതിൽ തല ഇട്ടു പോയതാണ്. അതുകൊണ്ട് സുധീഷിന്റെ എന്റെയും വിവാഹ ജീവിതം ഒരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിലുള്ള ജീവിതം ഒന്നും ഞങ്ങൾ ജീവിച്ചിട്ടില്ല. എന്നെ സഹായിക്കാനായിട്ട് വന്നതാണ് സുധീഷ് എന്നൊക്കെയുള്ള കാര്യം ഗായത്രിയെ ഞാൻ പോയി പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് കേട്ടപ്പോ എല്ലാവർക്കും ഒരു ടെൻഷൻ. അപ്പൊ സുധീഷ് വേണ്ട നിധി അങ്ങോട്ടൊന്നും പോണ്ട, ആ കുട്ടിയുടെ അടുത്ത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ സുഭാഷ് പറഞ്ഞു, വേണ്ട മോള് പോയി ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കണ്ട. ഈ പ്രശ്നം സുധീഷ് തന്നെ അവൻ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ, അവൻ തന്നെ അത് ഒത്തുതീർപ്പായിക്കോളൂ, മോൾ ഇതില് തലയിടണ്ട. അങ്ങനെയല്ല സുഭാഷ് ചേട്ടാ, സുധീഷ് എന്നെ സഹായിക്കാൻ വന്നിട്ട് ഒരിക്കലും സുധീഷ് പറഞ്ഞു കേട്ടില്ല, സുധീഷിന്റെ ജീവിതം ഞാൻ കാരണം ഒരിക്കലും അതൊരു സ്പോയിലായി പോകരുത്. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം തന്നെയാണിത്. ഞാൻ തന്നെ ആ കുട്ടിയെ കൊണ്ടുപോയി ആ കുട്ടിയെ അവിടെ പോയി കണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. കാരണം ആ കുട്ടി ഇവിടെ നിൽക്കട്ടെ, ആ ഡൈവേഴ്സ് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കുകയും ചെയ്യാലോ. സുധീഷിന്റെ കണ്ണ് രണ്ടും തള്ളി പുറത്തു വരെയാണ്. എന്തൊക്കെയാ അവളീ പറയണത്? ഇതിപ്പോ ഞാൻ നിധിയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യം ഇത് എനിക്ക് എന്നെ തിരിച്ചടി കിട്ടുകയാണല്ലോ. സുധീഷ് എന്ത് ചെയ്താ സമ്മതിക്കില്ല. വേണ്ട, നിധി അങ്ങനെ പോയി ഗായത്രിയെ കാണേണ്ട കാര്യമില്ല, ഞാൻ സംസാരിച്ച് ഒത്തുതീർപ്പാക്കിക്കോളാം. അത് ശരിയാവില്ല. നികേഷ്, നീ വണ്ടി എടുത്തേ, നമുക്ക് ഇപ്പൊ തന്നെ ഗായത്രിയെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയണം. ആ കുട്ടി ആ റൂമിനകത്ത് അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായെന്നല്ലേ പറഞ്ഞത്. അപ്പോഴേക്കും ഭാസ്കരൻ വന്നിട്ട് പറഞ്ഞു, ആ പറഞ്ഞത് കറക്റ്റാ മോളെ, എന്തായാലും കൊള്ളാം, നീ ചെയ്യണ കാര്യം തന്നെ ശരിയായ കാര്യം എന്നൊക്കെ പറയട്ടോ.
അങ്ങനെ നമ്മുടെ ഗായത്രിയെ കാണാനായിട്ട് നമ്മുടെ നിധിയും അതുപോലെ തന്നെ നികേഷും കൂടെ പോവാണ്. നിധി ഹരീഷിന്റെ അടുത്തും അതുപോലെ സുഭാഷിന്റെ അടുത്തും പറയാം, അതെ ആ കുട്ടി ഇങ്ങോട്ട് വരുമ്പോ വീടൊക്കെ നല്ല നീറ്റ് ആയിരിക്കണം, എല്ലാ പെൺകുട്ടികളും എന്നെ പോലെ ആവണമെന്നില്ല, ഇനി ആ കുട്ടി വന്നിട്ട് വീട് വൃത്തിയാക്കാൻ നിൽക്കുന്നത് മോശമല്ലേ സുഭാഷ് ചേട്ടാ, അതുകൊണ്ട് ഞങ്ങൾ പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും നിങ്ങൾ വീടൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കണേ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ഈ ക്ലീൻ ആക്കൽ എപ്പോഴും ഉള്ളത് തന്നെയല്ലോ, എന്ത് കാണിക്കാനാന്നൊക്കെ ചോദിച്ചാ, എടാ വീട് വൃത്തിയായി കിടക്കണം, ഞങ്ങൾ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് നിധി ഇറങ്ങിയാണ്. സുധീഷ് അതിന്റെ പുറകെ പോവാണ്. എന്റെ പൊന്നു നിധി, ആ പെണ്ണെ ഒന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണേ, എനിക്ക് ആ കുട്ടിയുടെ അടുത്ത് ഒരു ഇഷ്ടം പോയിട്ട് ഞാൻ മനസ്സിൽ പോലും ആ കുട്ടിയെ അങ്ങനെ കരുതിയിട്ടില്ല. നിധി ദൈവത്തെ ഓർത്ത് നിധി വേണ്ടാത്ത വിലക്ക് പോവല്ലേ എന്നൊക്കെ പറഞ്ഞ്, ഏയ് അത് പറ്റൂല അത് പറ്റൂല, സുധീഷിനെയും ഗായത്രിനെ ഒന്നിപ്പിക്കണം, എന്റെ കടമയാണ്, എന്റെ ചുമതലയാണത് എന്നൊക്കെ പറഞ്ഞിട്ട് നിധി വാ നികേഷ് എന്നും പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് കയറുകയാണ്. അപ്പോഴേക്കും കുറച്ചു ദൂരം ചെന്നപ്പോ നികേഷ് ചോദിച്ചു, അല്ല നിധി ഏട്ടത്തി, നമ്മുടെ സത്യം പറഞ്ഞ ഇപ്പൊ എന്തിനാ പോണത്? അത് ഗായത്രിയെ കാണാൻ. അല്ല, നമ്മൾ എന്തിനാ ഗായത്രിയെ കാണാൻ? നിധിയേട്ടത്തി, സുധീഷ് ഏട്ടന്റെ ഭാര്യയായ നിധിയേട്ടത്തി ചെന്ന് അവളെ കണ്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണോ? അപ്പോഴേക്കും നിധി ചോദിച്ചു, എന്നാ ഞാൻ വല്ല ബ്രോക്കറാണെന്ന് കരുതിയോ? നിനക്ക് എന്നാ പറ്റിയേ? അപ്പൊ നമ്മുടെ ഗായത്രിയെ കാണാനല്ലേ പോണ? ഗായത്രിയെ കാണാനാണ് പോണ, പക്ഷെ നിന്റെ ചേട്ടനിട്ട് ഒരു പണി കൊടുത്തില്ലെങ്കിലേ വഴിയെ കാണുന്ന ഏത് പെമ്പിള്ളേരെ കണ്ടാലും ഒരു വർത്താനം പറച്ചിലും കിന്നാരം പറച്ചിലും അത് ഇന്നുകൊണ്ട് അവസാനിപ്പിച്ച് ഞാനങ്ങ് കൊടുക്കുന്നുണ്ട്. ഓഹോ, അതാണോ? എന്നാ പിന്നെ നമ്മൾ ഗായത്രിയെ കാണേണ്ട കാര്യമില്ലല്ലോ, അങ്ങോട്ട് പോണോ? എടാ പോണം, അവൾ അവിടെ കഥ കടച്ചിരുന്ന് ഇനി എന്തെങ്കിലും കാണിച്ചാൽ അതിന്റെ പുലിവാല് നമ്മളെ കുടുംബം മൊത്തം ചുമക്കണ്ടേ, അതുകൊണ്ട് അങ്ങോട്ട് പോണം. ഓ, അത് ശരിയാണല്ലേ നിധിയേട്ടത്. അങ്ങനെ നികേഷ് ഗായത്രിയുടെ വീട്ടിലോട്ട് പോകണം. അപ്പോഴേക്കും നമ്മുടെ നിധി ചോദിച്ചു, നിനക്ക് ഗായത്രിയുടെ വീടൊക്കെ അറിയാവോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് അറിയില്ല, എന്നാലും ഏകദേശം ഒന്ന് പോയി നോക്കാം. അങ്ങനെ അവർ ഏകദേശം അവിടെ എത്തിയപ്പോഴേക്കും അന്ന് വീട്ടിൽ വന്ന ഗായത്രിയുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ നികേഷ് പറഞ്ഞു, ഇത് തന്നെയാണെന്ന് തോന്നുന്നു നിധി ഏട്ടത്തി. അല്ല, നിനക്കെങ്ങനെ മനസ്സിലായി? അന്ന് നമ്മുടെ വീട്ടിൽ വന്ന 2-3 കുട്ടികൾ അവിടെ നിപ്പുണ്ടല്ലോ. അപ്പൊ എന്നാ ഇത് തന്നെ ആയിരിക്കും. അങ്ങനെ അവര് ഗായത്രിയുടെ വീട്ടിലോട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ സുധീഷ് അവിടെ കിടന്ന് തെക്ക് വടക്ക് ഓടുകയാണ്. എന്റെ പൊന്ന് സുഭാഷ് ഏട്ടാ, നിധീനെ ഒന്ന് ഫോൺ വിളിക്കുക, അവളോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറയാം, വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവേലികൾ നമ്മൾ എന്തിനാ ഏക്കണേ? അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അയ്യോ ഇതൊന്നും ആദ്യം കണ്ടില്ലല്ലോ, അന്ന് ഞാൻ സുധീഷ് ഏട്ടന്റെ അടുത്ത് പറഞ്ഞതാ ഈ ഇതിലൊന്നും കൊണ്ട് തല വെക്കണ്ട. അപ്പൊ പറഞ്ഞ എന്താ എടാ, എന്റെ ടെക്നിക്ക് ഐഡിയ ഒന്നും ഇതൊന്നും അല്ല, നീ കണ്ടോ എന്നൊക്കെയല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ ഒറ്റയ്ക്ക് കിടന്ന് ഓടിക്കോ, അത് അങ്ങോട്ട് മാറിക്കേ, ഞങ്ങൾ വീട് വൃത്തിയാക്കട്ടെ, നിധിയേട്ടത്തിൽ ഞങ്ങളോട് വീട് വൃത്തിയാക്കാനാ പറഞ്ഞ. അപ്പോഴേക്കും സുഭാഷിന്റെ അടുത്ത് നിന്നിട്ട്, സുഭാഷ് ചേട്ടാ പ്ലീസ്, സുഭാഷ് ചേട്ടാ, എനിക്ക് നിധി അല്ലാണ്ട് എന്റെ ജീവിതത്തിൽ മറ്റാരും ഇല്ല എന്നുള്ളത് സുഭാഷ് ചേട്ടന് അറിയാലോ, അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ സുഭാഷ് ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പൊ അവള് തന്നെ ചെന്ന് ഗായത്രിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനോ? പ്ലീസ് പ്ലീസ് സുഭാഷ് ചേട്ടാ പ്ലീസ് ഒന്ന് ചെന്ന് പറ. അപ്പോഴേക്കും ഭാസ്കരൻ വന്നിട്ട് പറഞ്ഞു, എടാ നീ കുറച്ച് തെക്കും വടക്കും ഓട്, നിന്റെ കയ്യിലിരിപ്പ്, നീ എന്നെ ഉപദേശിക്കാനൊക്കെ നിനക്കൊക്കെ 100 നാവാണല്ലോ, ഇപ്പൊ എന്തേ പറ്റിയത് എന്നും പറഞ്ഞ് ഭാസ്കരന്റെ വകയായിട്ടും സുധീഷിനിട്ട് കിട്ടുകയാണ്. എന്നിട്ട് ഭാസ്കരൻ പറഞ്ഞു, അവള് ചെയ്തത് തന്നെ ശരി, നീ താലി ചാർത്തിയ പെണ്ണ് നിനക്ക് വേണ്ടിയിട്ട് മറ്റൊരുത്തീനെ പോയി ദേ വീട്ടിൽ കൊണ്ടുവരുന്നു. നല്ല രസമുണ്ട് എന്തായാലും, ഞാൻ കൊള്ളരുതാത്തവൻ തന്നെ സമ്മതിച്ചു, പക്ഷെ നിനക്ക് കിട്ടിയ പണി കൊള്ളാം. അപ്പോഴേക്കും സുധീഷിന് ദേഷ്യം പറയണ്, ദേ സുഭാഷ് ഏട്ടാ, ഇങ്ങേരടുത്ത് മിണ്ടാതിരിക്കാൻ പറയാം, ഇങ്ങേരെ എന്നൊക്കെ ഈ പറയണത്, അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമോ അവള്? ചിലപ്പം വന്നു വരും, അവള് നിന്റെ മുമ്പിൽ വെച്ചല്ലേ പറഞ്ഞിട്ട് പോയത്. ഹരീഷ് പറഞ്ഞു, എന്നാ സുധീഷ് ഏട്ടൻ വല്ല കോമാ സ്റ്റേജിലായിരുന്നോ? നിധിയേട്ടത്തെ സുധീഷ് ഏട്ടന്റെ മുമ്പിൽ വെച്ചല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അന്നേരം സുധീഷ് ഏട്ടന്റെ മുന്നിൽ കൂടെ അല്ലേ വണ്ടി കൊണ്ട് പോയത്, പിന്നെ കൂട്ടിക്കൊണ്ട് വരാണ്ട് പ്രത്യേകിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, അങ്ങോട്ട് മാറിക്ക്, എവിടെ നിന്ന് ക്ലീനിങ് തുടങ്ങണം സുഭാഷ് ഏട്ടാ? അപ്പം സുഭാഷ് പറഞ്ഞു, അതെ അതാ ഞാനിപ്പോ ആലോചിക്കണം, എന്തായാലും ഒരു മൊത്തത്തിൽ ഒരു ക്ലീനിങ് അങ്ങ് ചെയ്യാം അല്ലെ, ആ കുട്ടി വന്നാലും ഒരു വൃത്തികേട് വേണ്ടല്ലോ. എന്റെ പൊന്ന് സുഭാഷ് ഏട്ടാ, നിങ്ങൾ എന്നെ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കല്ലേ, നിനക്ക് ഇച്ചിരി വേദനിക്കട്ടടാ. എടാ, നല്ല ഒന്നാന്തരം ഒരു പെൺകുട്ടി വീട്ടിലുണ്ട്, കല്യാണം കഴിച്ച് കൊണ്ടുവന്ന, അവളെ മനസ്സ് മാറ്റി എടുക്കുന്നതിന് പകരം മറ്റൊരുത്തീനെ കാണിച്ച് നീ അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കി, ഇപ്പൊ നിനക്കിട്ട് പണി കിട്ടിയല്ലോ, നിനക്കത് വേണം. ഭാസ്കരൻ പറഞ്ഞു, എടാ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞു കേൾക്കണ അവസ്ഥയാ എന്ന് പറഞ്ഞു. അപ്പൊ ഭാസ്കരൻ പറഞ്ഞു, സുഭാഷ് പറഞ്ഞു, അതെ ഇനിയിപ്പോ നീ ഗായത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡൈവേഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം നടത്താം, അല്ലാണ്ട് പിന്നെ എന്നാ ഇനി
ചെയ്യാനുള്ളത്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് പറയണ, ഇനിയിപ്പം നിധിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളാലോ, ആ കുട്ടി ഇവിടെ നിക്കണ എന്തിനാ, 4-5 തടിമാരന്മാരുള്ളിടത്ത് ആ കുട്ടി ഇവിടെ എന്ത് ബന്ധത്തിന്റെ പേരിലാണ് ഇവിടെ നിക്കണേ, ഇത്രയും നാള് സുധീഷ് കല്യാണം കഴിച്ച പെൺകുട്ടി എന്നൊരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധീഷിന്റെ കണ്ണൊക്കെ നിറയണല്ലോ. സുധീഷ് പറഞ്ഞു, ഓഹോ, അപ്പൊ നിങ്ങൾക്ക് നിധി ഇവിടെ നിന്ന് പോണതാണല്ലേ ഹരീഷെ, സുഭാഷേട്ടാ, നിങ്ങൾക്കൊക്കെ താല്പര്യം, അല്ലാണ്ട് നിങ്ങൾക്ക് നിധിയോടൊരു ഇഷ്ടമൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് പറയാ, ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട് അവള് ഞങ്ങളുടെ സ്വന്തം അനിയത്തി പോലെ തന്നെ, ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ കണ്ട. പക്ഷെ നിന്റെ കയ്യിലിരിപ്പ് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇത് നീ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്ത്, ഞങ്ങളെ കൊണ്ട് പറ്റിയ കൂടുന്ന കേസല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് കിടന്ന് തെക്ക് വടക്ക് ഓടി നടക്കാട്ടോ, എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. സുഭാഷേട്ടാ ഒന്നും വിളിക്ക്, സുഭാഷേട്ടാ അവൾ അങ്ങോട്ടാണോ പോയെന്നൊന്ന് നോക്ക്, സുഭാഷേട്ടാ ഒന്ന് വിളിച്ചു നോക്ക് പ്ലീസ് സുഭാഷേട്ടാ. ഹരീഷെ എടാ, നീ എങ്കിലും എന്നെ ഇങ്ങനെ ചങ്കി കൊള്ളണ വർത്താനം പറയാണ്ട് ഒന്ന് വിളിക്കടാ പ്ലീസ് എടാ എന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷ് ഹരീഷിന്റെ സുഭാഷിന്റെ ഒക്കെ പുറകെ നടക്കാം. ഭാസ്കർ ഇതും കണ്ട് അവിടെ നിന്ന് ചിരിക്കാട്ടോ. ഭാസ്കറിനറിയാം നിധി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വഴിയില്ല, അവളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോണതായിരിക്കും എന്നൊരു വിശ്വാസം ഭാസ്കറിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ നിധിയും നികേഷും അവിടെ എത്തി. അപ്പൊ ഇത് ഗായത്രി താമസിക്കുന്ന സ്ഥലമല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞാന് സുധീഷിന്റെ ഭാര്യയാണ്, ഇത് നികേഷ് എന്റെ അനിയനാണെന്ന് പറയാം, എനിക്ക് ഗായത്രി ഒന്ന് കാണണമെന്ന് പറയും. വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവര് ഗായത്രിയുടെ റൂമിലോട്ട് കൊണ്ടുപോകും. അപ്പോഴവിടെ അവിടെ റൂം അടച്ചിട്ടേക്ക് കേട്ടോ. അപ്പം നിധി ചെന്നിട്ട് ഡോറയും മുട്ടും. ഗായത്രി കതവ് തുറക്കാവോ? അപ്പം ഗായത്രി വെളിയിലോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ആരാന്നൊരു പിടുത്തം കിട്ടില്ല. അതെ, ഞാൻ സുധീഷിന്റെ ഭാര്യയാണ്, നിധിയാണ്, ഒന്ന് ഡോറ് തുറക്കോ, എനിക്ക് ആരെയും കാണണ്ട, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, എനിക്ക് ആരോട് സംസാരിക്കണ്ട, എനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞില്ലേ. അതെ ഗായത്രി വിഷമിക്കണ്ട, അതെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്, ഗായത്രി വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ നികേഷ് ചോദിക്കും, നിധിയേട്ടത്തി എന്തൊക്കെ ഈ പറയണേ, നീ ഒന്നും മിണ്ടാതിരിക്കടാ, അവള് ഡോറ് തുറക്കട്ടെ. അതെ ഗായത്രി ഡോറ് തുറന്ന്, എനിക്ക് ഗായത്രിയുടെ അടുത്ത് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അങ്ങനെ പറയുമ്പോ ഗായത്രി ഒരു നിമിഷം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാനായിട്ടോ. എന്നിട്ട് ഗായത്രി ഡോറ് തുറന്നു. അപ്പോഴേക്കും ഗായത്രി ഡോറ് തുറന്നപ്പോ നികേഷും നിധിയും കൂട്ടുകാരൊക്കെ നിൽക്കുന്നു. അപ്പോഴേക്കും നിധി പറഞ്ഞു, നികേഷെ നീ അങ്ങോട്ട് പോയിരുന്നു, ഞാൻ ഗായത്രിയായിട്ട് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഓക്കെ ഏട്ടത്തി ഞാൻ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ നികേഷ് മാറി നിൽക്കുമ്പോ നിധി ഗായത്രിയുടെ റൂമിലോട്ട് കയറുകയാണ് കേട്ടോ. നിധിയെ കണ്ടതും ഗായത്രി ഭയങ്കര സങ്കടവും കരച്ചിലുമാണ്. കാരണം 2 ആഴ്ചത്തെ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ. ഇതെന്താണ് ഏതാണ്, ഇനിയിപ്പോ നിധി എന്താണ് ഗായത്രിയുടെ അടുത്ത് പറയാൻ പോണേന്നും സുധീഷിന് കൊടുക്കുന്ന 8ന്റെ പണി എന്താണ് എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്കില്ലേ? അപ്പൊ നമുക്ക് വീഡിയോസിനായിട്ട് കാത്തിരിക്കാം. എല്ലാവരും നമ്മുടെ ഈ വീഡിയോസ് കേൾക്കുക. അടുത്ത പ്രൊമോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.